ഹായ് ഹലോ വ്യൂവേഴ്സ്. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കാണ്. ഇത് 3 വർഷം അടുത്താകുന്നു ഞങ്ങൾ പൂർത്തീകരിച്ച് പോയൊരു വീടായിരുന്നു. ഒരു ട്രോപ്പിക്കലായിട്ടുള്ള ഒരു പ്രോജക്റ്റ്. പിന്നെ മറ്റൊന്നുമല്ല, ഈ വീടിൻ്റെ ഞങ്ങളന്ന് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരുന്നു. ഓരോ സെലക്റ്റീവായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ചൂസ് ചെയ്ത് പർട്ടിക്കുലർ ഏരിയയിലൊക്കെ പ്ലേസ് ചെയ്ത് പോയി. അപ്പം അതിൻ്റെ എല്ലാം ഗ്രോത്ത് ഒന്ന് ഇപ്പം എങ്ങനെയാണ് വന്നിരിക്കുന്നത്. കാരണം പ്ലാന്റ്സ് നമ്മൾ ഈ ഹൗസ് വാമിങ് കഴിഞ്ഞ ആ സ്റ്റേജിൽ പ്ലാന്റ്സ് ജസ്റ്റ് പ്ലാന്റഡ് സ്റ്റേജിൽ നമുക്ക് അതിൻ്റെ ഗ്രോത്തിൽ ഒരു ഫുൾ ഫ്ലൗഷ് നമുക്ക് കിട്ടത്തില്ല. ഇപ്പം അതൊന്ന് എല്ലാം ഒന്ന് വളർന്നു വന്നിരിക്കുന്ന സ്റ്റേജ്, അതിൻ്റെ ആ ഒരു ഗ്രോപ്പ് സ്റ്റേജിൽ വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കാണാം. ഇത് എല്ലാവർക്കും അറിയാവുന്ന പോലെ പല വീഡിയോസിലും നമ്മൾ വന്നിട്ടില്ല. ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കലാത്തിയ ലൂട്ടിയ. ഇതിൻ്റെ ഒരു ഒറിജിനാലിറ്റി, എൻ്റെ ഒരു പ്യൂരിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ബോട്ടം ഇങ്ങനെ സിൽവർ കളറിലിരിക്കണം, ടോപ്പ് ഗ്രീനിഷും. ഇത് നമ്മളൊരു ബൗണ്ടറി വാളൊക്കെ അല്ലെങ്കിൽ ഒരു കട്ടൺ പ്ലാന്റ് ആയിട്ട് വെക്കുന്നതാണ്. ഇവിടെ നമ്മൾ ബൗണ്ടറി വാള വെച്ച് റേസ് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ പഴയ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. പടിഞ്ഞാറ് നല്ല ഒരു നെൽപ്പാടമൊക്കെ ഉണ്ട്, അവിടെ നല്ലപോലെ കാറ്റ് വരുന്നതുകൊണ്ട് അപ്പുറത്തെ വീടുകളിലേക്കുള്ള ഒരു പ്രൈവസിക്ക് നല്ല രീതി ഹൈറ്റ് വരുമ്പോൾ ഓൾമോസ്റ്റ് 6 ഫീറ്റ് ഉണ്ട്. ഇതുണ്ട് ഒരു 7 ഫീറ്റ് to 8 ഫീറ്റ് വരെ ഹൈറ്റിലൊക്കെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബൗണ്ടറി അത് ആ കാർ പോർച്ചിൻ്റെ ആ ടോപ്പ് ഏരിയ വരെ അത് പൊങ്ങിയിട്ടുണ്ട്. ഇത് നല്ലൊരു കട്ടൺ പ്ലാന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. ഇത് നമ്മൾ ഒരു വെൽമൗത്ത് കൊടുത്താണ് ഗേറ്റിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ ചെയ്തത്. ഇപ്പോൾ 2 സൈഡിലും ഒരു കൺസിസ്റ്റൻസി ഫീൽ ചെയ്യുന്ന പോലെ യുജീനിയ കൊടുത്തു. അത് നല്ലപോലെ നമുക്ക് എക്സ്പെർട്സ് ആണ് നല്ല ക്രോപ്പ് ചെയ്ത് നിർത്താം. 2 സൈഡിലും യുജീനിയ കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് ഗ്രോപ്പിലേക്ക് എത്തി. അതുപോലെ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലാന്റാണ്, ഗോൾഡൻ ബാമ്പു. ഇത് ശ്രദ്ധിച്ചാലറിയാം, ഇത് നമ്മളൊന്നും ചെയ്തിട്ടില്ല. സാധാരണ ബാമ്പു വെറൈറ്റിയൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒത്തിരി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിലേക്ക് പോകാറുണ്ട്. ഇതങ്ങനെയല്ല, വളരെ വെർട്ടിക്കലായിട്ട്. ഇത് നമുക്ക് ഈ ഇടയ്ക്ക് വെച്ച് ക്രോപ്പ് ചെയ്ത് ഇത് ബ്രാഞ്ചസ് ഒക്കെ കട്ട് ചെയ്ത് നമുക്ക് നിർത്തുവാണെങ്കിൽ ഈ യെല്ലോയിഷ് കളറിലുള്ളത് തന്നെ പൊങ്ങിക്കിട്ടും. ഇത് ജസ്റ്റ് 2 പീസ് കൊണ്ട് വെച്ചതാണ്. 2 വർഷം കൊണ്ട് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തി. അപ്പോൾ വീടിന് ഓവറോൾ എലിവേഷൻ പുറത്തു നോക്കുമ്പോൾ വളരെ ഭംഗിയാണ്. അതുപോലെ നമ്മുടെ കോട്ടിയാട് ബാക്ക് പേഷ്യൊക്കെ വരുന്നിടത്തൊക്കെ നമുക്ക് ആ ബൗണ്ടറി വാളുമായിട്ട് വലിയ ഡിസ്റ്റൻസ് ഇല്ല, അത് വരുന്നിടത്തൊക്കെ നമുക്കൊരു കട്ടൺ പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് നിർത്താൻ പറ്റുന്നതാണ്. അതിനുവഴി ഒരു 2 ഫീറ്റ് 3 ഫീറ്റ് ഗ്യാപ്പിലൊക്കെ ബൗണ്ടറി വാൾ വഴി വെച്ച് വിടുവാണെങ്കിൽ നല്ലൊരു കട്ടൺ പ്ലാന്റ് ആയിരിക്കും. ഇപ്പം നിയർ ബൈ നമുക്ക് എന്തെങ്കിലും ഹൈഡ് ചെയ്യേണ്ടതോ തൊട്ടടുത്ത് വീടുകളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഇത് ഒരു തെങ്ങ് അവിടെ നിന്ന് നമ്മൾ അതേപടി തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് അതിനൊരു വക്കൊക്കെ കൊടുത്ത് നിർത്തിയതാണ്. അപ്പോൾ ഇതിനകത്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ഇത് സ്പൈഡർ ലില്ലിയാണ്. പിന്നെ ഇത് പെൻഡാനസോ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് പ്ലുമാരിയ ആൽബ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്, നമ്മുടെ ഓർക്കിഡ് വെറൈറ്റിയാണ്. അത്രയും വെച്ചാൽ നമ്മൾ ഈ ഒരു ഏരിയ ഇത് ചെയ്തത്. അപ്പോൾ അതെല്ലാം നല്ലപോലെ വളർന്നു വന്നു കഴിഞ്ഞപ്പം നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ല ഗ്രീനിഷായിട്ട് ഫില്ലായിട്ടുണ്ട്. പിന്നെ ഈ ഏരിയയിലേക്ക് വന്നാൽ ഇത് റാഫിസ് പാമാണ്, പാം വെറൈറ്റി. പിന്നെ ഇത് വന്നിരിക്കുന്നത് മേളിലേക്ക് നമ്മൾ കട്ടൗട്ട് ഒരു ഓപ്പൺ കൊടുത്തിട്ട് അവിടെ ടെർമിനാലിയ എന്ന് പറയുന്ന പ്ലാന്റ് വെച്ചിരുന്നത്. അപ്പോൾ അത് ലെയർ കട്ട് ചെയ്ത് മേളിലേക്ക് കയറിപ്പോയി. അപ്പോൾ അത് ആ ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യൂവിൽ നിന്ന് കാണുമ്പോൾ അറിയാം വീടിൻ്റെ കളർ കോൺട്രാസ്റ്റ് ഒരു ഇച്ചിരി ഡാർക്ക് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു ലൈറ്റ് ഗ്രീൻ കളറിൽ അതിൻ്റെ ലീവ്സ് നിൽക്കുമ്പോൾ നല്ല ഓപ്പോസിറ്റ് കോൺട്രാസ്റ്റ് വരുമ്പോൾ നല്ല ഭംഗിയാണ്. അതുപോലെ ഇവിടെ നമ്മൾ കൊടുത്തത് ഒരു ലാഡർ ചെയ്ത് കൊടുത്തിട്ട് കട്ടൺ ക്രീപ്പർ പ്ലാന്റ് ഇങ്ങനെ കൊടുത്തു. കാരണം ഈ ബോക്സ് ഇങ്ങനെ വലിയൊരു ബിഗ് വോൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയൽ ഫീൽ വരും. അതിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടി ലാഡർ അടിച്ചിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് പ്ലാന്റ് ചെയ്ത് കൊടുത്തുവിടാം. നമുക്ക് ആ വീഡിയോയിൽ കിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു 1-2 കൊല്ലം കൊണ്ട് ഇത് ക്രീപ്പർ പ്ലാന്റ് എല്ലാം വളർന്ന് മേളിൽ കയറി അപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വീടിൻ്റെ ഫ്രണ്ട് പോർഷന് നമ്മൾ എവിടെയും സ്കേട്ടിങ് വന്നിട്ടില്ല. ഞാൻ മുമ്പ് തുടക്കത്തിൽ പറഞ്ഞൊരു ട്രോപ്പിക്കൽ കൺസെപ്റ്റ് ആയതുകൊണ്ട് ഈ ഓഫ്സെറ്റ് അല്ല പത്തിരിപ്പൊന്നും കൊടുക്കാതെ നിർത്തുന്നതുകൊണ്ട് ഈ ഒരു പോർഷൻ മാത്രം ഇച്ചിരി പ്ലെയിൻ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു പ്ലാനിങ് ബെഡ് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറിന് മാച്ച് ചെയ്യുന്ന ഒരു ഡിഫറെൻറ്റ് കോൺട്രാസ്റ്റിലുള്ള ഒരു കളർ, ഒരു തിക്ക് ഗ്രീനാണ്. ഇത് ഇക്സോറ എന്ന് പറയും, നമ്മുടെ ചെത്തി വെറൈറ്റി വരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു. ഇതും ക്രോപ്പ് ചെയ്ത് നിർത്തേണ്ടതാണ്. ഫ്ലാറ്റായിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഷേപ്പിലാക്കി നിർത്താൻ പറ്റുന്നൊരു പ്ലാന്റാണ്. കട്ട് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് നമ്മൾ ഫ്ലവേഴ്സിൻ്റെ കൂടുതൽ ഹെൽത്തി ആയിട്ട് വരികയും ചെയ്യും. പ്ലാന്റിംഗ് ബെഡ് കൊടുത്ത് അതിനകത്ത് നിർത്തി. വളരെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഈ പ്രോജക്റ്റിൽ ഈ കാർ പോർച്ചിനെ കവർ ചെയ്ത് 2 ക്രീപ്പർ ടൈപ്പ് പ്ലാന്റ്സ് കൊടുത്തിരുന്നു.
ഒന്ന് റംഗൂൺ മാലിയും, രണ്ട് പ്ലാസിഫ്ലോറ എന്ന് പറയുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആയത്. പ്ലാസിഫ്ലോറ ചെറിയ പൂക്കൾ കയറി വരുന്ന ഇത്. റംഗൂൺ മാലി നല്ല രീതിയിൽ കയറി പടർന്ന് കവർ ചെയ്യും. പ്ലാസിഫ്ലോറ പോലുള്ള പ്ലാന്റ് കൊടുക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഈ ഫ്ലവേഴ്സ് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും. അപ്പോൾ കൂടുതൽ ഫ്ലവേഴ്സ് നിൽക്കാതെ തിക്ക് ഗ്രീനിഷ് ആയിട്ട് അതിനിടയ്ക്ക് ഇങ്ങനെ സ്പോട്ട് ചെയ്ത് റെഡ് പൂക്കൾ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഭംഗിയായിരിക്കും. പ്ലാസിഫ്ലോറ. ബാക്കി ഈ വന്നിരിക്കുന്നത് റംഗൂൺ മാലിയാണ്. അപ്പം ഇത് ഇവിടെ വന്നപ്പോൾ നല്ല തിക്കായി. ഇതിനകത്ത് കിളികളൊക്കെ ഇങ്ങനെ കൂട് വെക്കുകയും നല്ല തണലും നല്ല ഭംഗിക്കാണ് നിൽക്കുന്നത്. ഇവിടെ വന്നിട്ടൊരു വൈറ്റ് പ്ലുമേറിയ വന്നിട്ടുണ്ട്, ചെമ്പകം. അതും ഇതേപോലെ ഒരു ബെഡ് ചെയ്തിട്ട് അതിലാണ് നിർത്തിയിരിക്കുന്നത്. പിന്നെ കാർപോർച്ചിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ക്രീപ്പേഴ്സും രണ്ട് സൈഡിൽ നിന്ന് വെച്ച് കൊടുത്തിട്ട് അത് ബോത്ത് സൈഡിൽ നിന്ന് ഇങ്ങനെ കവർ ചെയ്തിട്ട് കാർപോർച്ചിനെ കവർ ചെയ്ത് മൂടിയിരിക്കുക. അത് വളരെ ലോങ് സൈറ്റിൽ നിന്ന് ഭയങ്കര വ്യൂ ആണ്. ഇതിൻ്റെ സിറ്റ് ഔട്ട് നമ്മളൊരു റസ്റ്റിക് തീമിൽ ചെയ്തതാണ്. മാറ്റ് ഫുൾ ബോഡി ടൈലൊക്കെ കൊടുത്ത് അതിനെ കസ്റ്റമൈസ് ചെയ്ത് കനഡിയൻ പൈൻ വെച്ചിട്ട് റോ ഫിനിഷ് തന്നെ പോളിഷ് പോലും ചെയ്യാതെ ഇട്ടാണ് നമ്മൾ ഇതിൻ്റെ ഫർണിച്ചർ ചെയ്തത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സൈഡിൽ ഒരു പ്ലാന്റിംഗ് ബെഡ് കൊടുത്തു. ഇതിങ്ങനെ പൊങ്ങി ഇച്ചിരി വരാനായിട്ടുള്ള വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് റാഫിസ് ഫാമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ഒരുവിധം നല്ല വിധം തിക്കായിട്ട് കയറി നിൽപ്പുണ്ട്. ആ സൈഡിൽ നിന്ന് ഈ പറയുന്ന പോലെ വിൻഡ് ഫ്ലോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ ഇല്ലാതെ ഈ പ്ലാന്റ്സ് കൊടുത്ത് കർട്ടൻ പോലെ നിർത്തുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ വിൻഡ് അകത്തേക്ക് വരും. സെയിം ടൈം നമുക്ക് സിറ്റ് ഔട്ടിൽ ഒരു ഗ്രീനിഷ് ആംബിയൻസ് എപ്പോഴും ഒരു കൂൾ ഫീൽ ആയിരിക്കും. അപ്പം ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ലാൻഡ്സ്കേപ്പിങ്ങിന് വീടിൻ്റെ കളറ് അതുപോലെ ലാൻഡ്സ്കേപ്പിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീടിൻ്റെ എക്സ്റ്റീരിയർ 3D എലിവേഷൻ നമ്മൾ എത്ര ഓർണമെൻ്റലായിട്ട് കൊണ്ടുവന്നാലും അപ്പം അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് കൊണ്ടുവന്നത്. അപ്പം ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നത് ലതീഷേടിനോടാണ്. ഓസോൺ ആഗ്രോ ലാൻഡ്സ്കേപ്സ് എൻ്റെ ഫ്രണ്ടാണ്. ലതീഷേടിനായിട്ട് ഞാൻ മറ്റ് പല പ്രോജക്റ്റുകൾ ചെയ്ത വീഡിയോസ് ഇനിയും മുന്നോട്ട് വരുന്നുണ്ട്. ഇനി അദ്ദേഹം നല്ല രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാനും ക്ഷമയോടെ 2-3 വിസിറ്റൊക്കെ നടത്തി ഇന്ന പ്ലാന്റ് കൊടുക്കണമെന്ന് തീരുമാനിക്കാനും അത് ഫ്യൂച്ചർ വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്ലാന്റ് കൊണ്ടുണ്ടാവും അതിനെല്ലാം നല്ല രീതി ലതീഷയുടെ നമുക്ക് സപ്പോർട്ടും തരുന്നുണ്ട്. അപ്പോൾ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.